എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പാലക്കാട്ടേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. നിപ്പ ബാധിച്ച് മരിച്ച പാലക്കാട്ട് മണ്ണാർക്കാട് സ്വദേശിയുടെ സമ്പർക്ക പട്ടിക സർക്കാർ പുറത്തിറക്കി. 46 പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ജനങ്ങൾ ഈ കാര്യത്തിൽ ഒരു ജാഗ്രത കാണിക്കണം. മനീഷ് മഹിവാൽ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ. SKN ആരോഗ്യമന്ത്രി വീണ ജോർജും ഒപ്പം തന്നെ ആരോഗ്യ വിഭാഗത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ചേർന്നിട്ടുള്ള ഉന്നതതല യോഗം ഇന്ന് വൈകിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സമ്പർക്ക പട്ടിക പുറത്തുവിട്ടതും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നിലവിൽ ജാഗ്രത പുലർത്തണമെന്നുള്ള വലിയ വിവരം കൂടി ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത്. അതായത് പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ എല്ലാ ആശുപത്രികളും, സർക്കാർ തുടങ്ങി താലൂക്ക്, സ്വകാര്യ ആശുപത്രികളിൽ എല്ലാവരും പോകുന്നത് വളരെ പരിമിതപ്പെടുത്തുന്നു. അതായത് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശുപത്രിയിൽ പോകുക. കൂട്ടിരിപ്പുകാരും ഒപ്പം തന്നെ ആശുപത്രിയിലെ ജീവനക്കാരും രോഗികളും ഒക്കെ തന്നെ കർശനമായും മാസ്ക് ഉപയോഗിക്കുക. ഈ നിലവിൽ കോവിഡ് അത്തരത്തിൽ എന്തെങ്കിലും സംശയമോ കോവിഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടായാൽ ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തുമ്പോൾ കൂട്ടിരിപ്പുകാരായി ഒരുപാട് പേരെ കൊണ്ടുപോകരുത്. അതായത് സാധാരണ ആശുപത്രിയിൽ വസിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗികൾക്കൊപ്പം ഒരാൾ മാത്രം കൂട്ടിരിപ്പുകാരായി നിൽക്കുക. അങ്ങനെ ആശുപത്രിയിലെ ഇടപെടൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള പോകുന്ന അത് പരമാവധി കുറയ്ക്കുക എന്നുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. ഇത് സംബന്ധിച്ച് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇനിയൊരു അന്തിമ റിപ്പോർട്ട് കൂടി ലഭിക്കാനുണ്ട്. സാധാരണഗതിയിലൊക്കെ തന്നെ നിപ്പ ബാധിച്ച് മരിക്കുമ്പോൾ പിന്നീട് അന്തിമ റിപ്പോർട്ടിനായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള സ്ഥിരീകരണം കൂടി എത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്ഥിരീകരണം 2 ദിവസത്തിനകം ലഭിക്കും. അതിനുശേഷം തുടർ നടപടി ആലോചിക്കുമെന്നാണ് നിലവിൽ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ 57 മരിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവിടെ എത്തിയിട്ടുള്ള ആളുകളെ പൂർണ്ണമായും കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഈ സമ്പർക്ക പട്ടികയിൽ ഇത്രയും ആളുകൾ ഉണ്ട് എന്ന എണ്ണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഇയാളുടെ റൂട്ട് മാപ്പ് എടുത്ത് അവരെയൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്യുക. അതിനുവേണ്ടി മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ മുഴുവൻ ആളുകളെയും ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ട ചികിത്സയും പരിരക്ഷയും നൽകാനുള്ള നടപടികൾ ആരംഭിക്കും. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ, അതായത് 543 പേരാണ് മൊത്തത്തിൽ ആകെ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ അവസാനമായി ഈ ബാധിച്ച് മരിച്ച ആളുടെ പട്ടികയിലുള്ളത് 46 പേരാണുള്ളത്. മലപ്പുറം ജില്ലയിൽ 208 പേരും, പാലക്കാട് 219 പേരും, കോഴിക്കോട് 114 പേരും, എറണാകുളത്ത് 2 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് 10 പേരാണ് ചികിത്സയിലുള്ളത്. SKN ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് ആകെ 36 പേർ ഹയസ്റ്റ് റിസ്കിലുണ്ട് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പുറത്ത് പങ്കുവയ്ക്കുന്നത്. അതായത് ഈ 36 പേർ ഹയസ്റ്റ് റിസ്ക് ഇവർക്കുണ്ട്. അതിൽ 128 പേർ ഹൈ റിസ്ക് ആണ് എന്ന വിവരം കൂടിയാണ് ഇന്നത്തെ ഉന്നതതല യോഗത്തിന് ശേഷം ആരോഗ്യ മന്ത്രാലയം, അതായത് സംസ്ഥാന ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. SKN. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് അഡിക്ഷൻ സെന്റർ ജീവനക്കാരൻ മയക്കുമരുന്നുമായി പിടിയിലായി എന്നൊരു വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂർ കൊരട്ടി സ്വദേശി വിവേകാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 4.5 ഗ്രാം മെത്താഫെറ്റാമിനുമായി ആണ് ഇയാൾ പിടികൂടിയപ്പെട്ടത്. അതിൻ്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഈ ദൃശ്യമൊന്ന് കാണാം. മുൻകാല പ്രതികളെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഈ പ്രദേശത്ത് നടത്തിയ പട്രോളിങ്ങിനിടയിലാണ് ഇയാൾ ഒരു 4.5 ഗ്രാം മെത്താഫെറ്റാമിനുമായിട്ട് ഇയാൾ പിടിയിലായത്. ഇയാൾ മുൻപ് കൊരട്ടി പോലീസ് സ്റ്റേഷനിലും മറ്റ് അടിപിടി കേസുകളിലും അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കേസുകളിലും പ്രതിയാണ്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്നും ടെലിഫോൺ വിളിച്ചിരുന്നു. അഭിനന്ദ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് അഭിനന്ദ് ഉണ്ടായത്? കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായി ഒരുപാട് രാസലഹരിയും അതേപോലുള്ള സംഭവങ്ങളും വ്യാപകമായി പിടികൂടുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കുറേ അധികം ഇങ്ങനെയുള്ള മെത്താഫെറ്റമിൻ പോലെയുള്ള സാധനങ്ങൾ കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? SKN കൊരട്ടി ചെറ്റാരിക്കൽ 4.5 ഗ്രാം മാരക മയക്കുമരുന്ന് മെത്താംഫിനുമായാണ് ചെറ്റാരിക്കൽ സ്വദേശിയായിട്ടുള്ള മങ്ങാട്ടുകര വീട്ടിൽ വിവേക് എന്ന ആൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. 25 വയസ്സ് മാത്രമാണുള്ളത്. ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടറായിട്ടുള്ള ഹരീഷ് ശ്രീവിനെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കൊരട്ടി, ചിറങ്ങര, ചെറ്റാരിക്കൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെയും ഇയാൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതായി എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. കറുകുത്തിരി ഒരു സ്വകാര്യ അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്തു വരുന്നതായും അവിടെ വരുന്ന രോഗികൾക്ക് പോലും സ്ഥാപന അധികാരികൾ അറിയാതെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരുന്നതുമായുള്ള വിവരം എന്തായാലും എക്സൈസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ അഡിക്ഷൻ സെന്ററിൽ നിന്ന് തന്നെ പിടികൂടുന്നത്. അങ്കമാലി കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ലോബിയിലെ കണ്ണിയാണ് ഇയാൾക്കും കൂടി ഇപ്പോൾ എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അങ്കമാലി, ആലുവ കേന്ദ്രീകരിച്ച് വിവിധ രാസലഹരി കേസുകൾ കണ്ടെത്തിയിരുന്നു. അതേ തുടർന്ന് നടത്തിയ അന്വേഷണവും വിവേകിനെ പിടികൂടുന്നതിന് സഹായിച്ചു എന്നാണ് ഇപ്പോൾ എക്സൈസ് വ്യക്തമാക്കുന്നത്. SK.
ഓക്കെ, എന്തായാലും താങ്ക് യു അഭിനന്ദൻ. എന്തായാലും കേരളത്തിലിപ്പോൾ വ്യാപകമായ റെയ്ഡുകളും അന്വേഷണങ്ങളും നടക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇതിന് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം വേണം. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ കാര്യത്തിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ചെയ്യും എന്ന് ഒരു കർക്കശമായി നമ്മോട് പറയുകയും ചെയ്തു. എന്തായാലും കാര്യങ്ങൾ ഗൗരവമായി നടക്കട്ടെ. നമ്മുടെ ചെറുപ്പക്കാരിൽ നിന്നും കുട്ടികളിൽ നിന്നും ഒക്കെ തന്നെ ഈ മയക്കുമരുന്ന് അകന്നു പോകട്ടെ എന്ന് ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നമ്മൾ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ 27-ാം തീയതി രാവിലെ 11 മണിക്ക് ഈ SKN40 രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിക്കും. ഇത് ജ്യോതിർഗമയ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കേരളത്തിലെ 1001 തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ബോധവൽക്കരണവും 250 കോളേജുകളിൽ ബോധവൽക്കരണവും നടത്തുന്ന വളരെ വ്യാപകമായ മാസീവായിട്ടൊരു ബോധവൽക്കരണ യജ്ഞമായിരിക്കും ഈ പരിപാടിയിൽ നടക്കുക. ഈ കൊല്ലം മുഴുവൻ ഈ യജ്ഞം തുടരുകയും ചെയ്യും. മയക്കുമരുന്നിൻ്റെ സ്വാധീനം കേരളത്തിൽ ഇല്ലാതാകുന്നതുവരെ നമ്മൾ ഈ പരിപാടിക്കൊപ്പം ഉണ്ടാകും. UDF-നോട് അടുക്കാനുള്ള KTDC ചെയർമാൻ PK ശശിയുടെ നീക്കം നിരീക്ഷിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം തയ്യാറാവുകയാണ്. PK ശശിയുടെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ നേതൃത്വം കൈമാറിയിട്ടുണ്ട്. ശശിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച VK ശ്രീകണ്ഠൻ MP സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനാണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് PK ശശിയുടെ ശ്രമമെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. ഷൊർണൂർ സീറ്റിൽ PK ശശി സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത വരെ CPIM കാണുന്നുണ്ട്. ഷൊർണൂരിലെ മുൻ MLA-യായ ശശിയെ അവിടെ സ്വതന്ത്രനായി അവതരിപ്പിക്കാൻ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും പദ്ധതിയുണ്ടെന്നാണ് CPIM സംശയിക്കുന്നത്. മണ്ണാർക്കാട്ടെ പരിപാടിയാണ് ശ്രദ്ധ നേടിയതെങ്കിലും അതിനു മുൻപും PK ശശി UDF വേദികളിലെത്തിയതായി പാലക്കാട് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. PK ശശിയെ കൂടെ കൂട്ടാനുള്ള കോൺഗ്രസ് ശ്രമത്തോട് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ഇങ്ങനെ: മണ്ണാർക്കാട് ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, CPM-ൽ ഒരു പ്രശ്നവുമില്ല. അപ്പോൾ പ്രശ്നമില്ലാത്തതിൽ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. CPM-നെ അസസ് ചെയ്യാനൊന്നും ശ്രീകണ്ഠം വളർന്നിട്ടില്ല. ഇനി MP ആയാലും അതിൻ്റെ അപ്പുറം ആയാലും അതിനനുസരിച്ച് ശ്രീകണ്ഠം വളരുമ്പോൾ അപ്പോൾ അതിനൊക്കെ മറുപടി പറയാം. മനസ്സിലായില്ലേ? PK ശശിക്കായി സൂക്ഷിച്ച വെള്ളഖദർ വെള്ളപ്പൊക്കക്കാർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസിന്റെ പരിഹാസം. ശ്രീകണ്ഠൻ ഒരു ഷർട്ട്, വെള്ള ഷർട്ടൊക്കെ ആർക്കോ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കണ്ടു. മുമ്പാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളപ്പൊക്കക്കാരൊക്കെ വന്നിരുന്നു, ഇപ്പോൾ അവർ പോലും വരുന്നില്ല. അപ്പോൾ അത് അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള അവർ നിശ്ചയിച്ചോട്ടെ. ആ ഷർട്ടൊന്നും ഞങ്ങളുടെ പാർട്ടിയിൽ ആർക്കും പാകാവുന്നതല്ല. PK ശശിയെ കൂടെ കൂട്ടാനുള്ള നീക്കത്തിൽ കോൺഗ്രസിനുള്ളിൽ വിയോജിപ്പുണ്ട്. സ്ത്രീകളെ അപമാനിച്ചവർക്കുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയെ നേരിട്ട് വിമർശിക്കാനോ വെല്ലുവിളിക്കാനോ മുതിരാത്തതിനാൽ PK ശശിക്കെതിരെ പ്രതികരിക്കാനോ നടപടിയെടുക്കാനോ കഴിയാത്തതാണ് CPIM നേരിടുന്ന പ്രതിസന്ധി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. PK ശശിയെ കടന്നാക്രമിച്ച CPM ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ ബിലാലായത് മേരി ടീച്ചർ ചോറ് കൊടുത്തിട്ടെന്നാണ് പരിഹാസം. ആ ചോറ് തിന്ന സായിപ്പ് ടോണിയായി വന്നാൽ മുട്ടിൻ്റെ ചിരട്ട കാണത്തില്ല എന്ന് മുന്നറിയിപ്പ്. മേരി ടീച്ചർക്ക് ഇവിടെ വേറെയുണ്ട് മക്കളെന്നും PM ആർഷോ പറഞ്ഞു. ആണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം, ബിലാലി അരട്ടൗസറിട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ഇരുന്നില്ല. ആ ബിലാലിനെ അരട്ടൗസറിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ബിലാല് ബിലാലായി മാറിയത്. അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തരായതിനു ശേഷം ബിലാല് സായിപ്പുടോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ടാൽ പൊന്നുപോലെ ബിലാല് ഒരൊറ്റ കാര്യം പറയാം, മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയുമുണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പുടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണില്ല. അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്ക് അറിയാം. ചിരട്ട തല്ലി പൊട്ടിക്കുമെന്നാണോ പറയുന്ന ആർഷോ? ശ്രീജിത്ത് ശ്രീകുമാരൻ, ചിരട്ടയുടെ കഥയ്ക്കപ്പുറം എന്താണ് ഇതിലെ രാഷ്ട്രീയം? രാഷ്ട്രീയം ബിലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ആ സിനിമയും ഒക്കെ മണ്ണാർക്കാട് ഇപ്പോൾ വലിയ ട്രെൻഡിങ് ആയി മാറിയിരിക്കുകയാണ്, വലിയ ട്രെൻഡായി മാറിയിരിക്കുകയാണ്. അത് PK ശശിയുടെ ഒരു പ്രസംഗം തന്നെയാണ്. എന്തായാലും PK ശശിയെ മണ്ണാർക്കാട്ട് ഒരു വിഭാഗം ആളുകൾ തമ്പുരാൻ, പൊന്നു തമ്പുരാൻ എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ അത് ബിലാൽ എന്ന പേരിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും PK ശശിയുടെ മുട്ടിന്റെ ചിരട്ട കാണില്ല എന്ന് തന്നെയാണ് PM ആർഷോ ഉദ്ദേശിച്ചതെന്ന് അത് കേട്ടുനിന്ന ആർക്കും വ്യക്തമാകും. ബിലാലിനെയാണ് പറയുന്നതെങ്കിലും അത്
ശശിക്കിട്ടാണ് കൊള്ളുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇന്ന് വൈകുന്നേരമായിരുന്നു വലിയൊരു പ്രകടനം. ഏതാണ്ട് ഒരു 500-ലധികം ആളുകളെ വെച്ചാണ് CPIM അവിടെ മണ്ണാർക്കാട് ഒരു വലിയ പ്രകടനം നടത്തിയത്. ആ പ്രകടനത്തിൽ മുഴുവൻ മുദ്രാവാക്യം ഈ പറയുന്നത് പോലെ PK ശശിക്ക് എതിരെ തന്നെയായിരുന്നു. മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ എതിരെ കാര്യമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ശശിക്കെതിരെ പ്രസംഗിച്ച DYFയുടെ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടൻ തന്നെയാണ് ആ പ്രകടനത്തിന് മുദ്രാവാക്യം വിളിച്ച് നൽകിയതും. എന്തായാലും കള്ളന്മാരെ വെളുപ്പിക്കാൻ ഇറങ്ങിയ ബിലാലെ എന്ന് ആണ് ആ മുദ്രാവാക്യത്തിലുള്ളത്. കണ്ടോ കണ്ടുപഠിച്ചോ ഇല്ലെങ്കിൽ വിവരമറിയുമെന്നും ആ മുദ്രാവാക്യത്തിൽ പ്രവർത്തകർ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. SK അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് PK ശശി പാർട്ടിയിലേക്ക് കൊണ്ടുവന്നുവെന്ന് പറയപ്പെടുന്ന ആളുകളൊക്കെ തന്നെ ഈ പ്രകടനത്തിലേക്ക് ഇരച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഓഫീസിന്റെ മുൻപിലേക്ക് പടക്കമെടുത്ത് എറിയുന്നു. അത് ഒരു PK ശശി അനുകൂലിയാണെന്ന തരത്തിൽ ഉള്ള പ്രചാരണം വരുന്നു, അല്ലെങ്കിൽ PK ശശി അനുകൂലിയാണ് എന്ന് അയാൾ തന്നെ അല്പസമയം മുൻപ് നമ്മോട് സമ്മതിക്കുന്നു. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വൈകാരികമായ വിഷയമായാണ് കാണുന്നത്. എന്തായാലും മണ്ണാർക്കാട്ടെ CPIMലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ PK ശശി ഉയർത്തിവിട്ട പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി എപ്പോഴാണ് പറയേണ്ടത്, കൂടുതൽ PK ശശിയുടെ പേര് പറഞ്ഞ് പറയേണ്ടത് എന്ന് പാർട്ടി പറയും, അപ്പോൾ ഞങ്ങൾ നേരിട്ട് പറഞ്ഞേക്കാമെന്നാണ് CPIMലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ തീരുന്നില്ല. ശശി വേഴ്സസ് മണ്ണാർക്കാട്ടെ CPIM അല്ലെങ്കിൽ PMR ഷോ എന്ന തരത്തിലേക്ക് മാറ്റി വായിക്കേണ്ടി ഇരിക്കുന്നു. SK. ഓക്കെ, താങ്ക് യു ശ്രീജിത്ത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ 18 ദിവസം നീണ്ടുപോയ ഗവേഷണങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയും സംഘവും നാളെ മടങ്ങും. ഭൂമിയിലേക്കാണ് വരവ്. ഇന്ത്യൻ സമയം നാളെ വൈകുന്നേരം 4 മണിയോടെ അൺഡോക്കിംഗ് ആരംഭിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അൺഡോക്ക് ചെയ്തതിന് ശേഷം ഭൂമിയിലേക്കുള്ള പേടകത്തിൻ്റെ വരവ് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ക്രൂ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ അൺഡോക്കിംഗ് പ്രക്രിയ ആരംഭിക്കും. സഞ്ചാരികളെ വഹിക്കുന്ന ക്രൂ ഡ്രാഗൺ പേടകം ഫ്ലോറിഡ തീരത്ത് പതിക്കുന്ന സമയത്തെ കാലാവസ്ഥയും മറ്റ് പല ഘടകങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമേ അൺഡോക്കിംഗ് ആരംഭിക്കൂ. അൺഡോക്ക് ചെയ്യുന്ന സമയത്ത് അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ ഭ്രമണപഥത്തിൽ നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരിടത്തെത്തിയിരിക്കണം. അൺഡോക്ക് ചെയ്തതിനു ശേഷം സ്പേസ് സ്റ്റേഷനിൽ നിന്ന് പരമാവധി അകലെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. തുടർന്ന് വായു സമ്മർദ്ദമില്ലാത്ത ട്രങ്ക് ഭാഗം പേടകത്തിൽ നിന്ന് വേർപെടും. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ 3800°C വരെയുള്ള താപനിലയെ പേടകത്തിന് അതിജീവിക്കേണ്ടതായി വരും. പേടകത്തിന്റെ കനത്ത ചൂടിനെ അതിജീവിക്കുന്ന താപകവചമാണ് ബഹിരാകാശ സഞ്ചാരികളെ സംരക്ഷിക്കുന്നത്. തുടർന്ന് കൺട്രോൾഡ് ലാൻഡിംഗ് ആരംഭിക്കുന്ന പേടകം ഫ്ലോറിഡ തീരത്തിനടുത്തുള്ള കടലിൽ പതിക്കും. കടലിൽ നിന്ന് പേടകത്തെ വീണ്ടെടുക്കാനുള്ള കപ്പൽ സജ്ജമായിരിക്കും. റിസർച്ച് ഡെസ്ക് 24. ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല ഉൾപ്പെടെയുള്ള 4 സംഘാംഗങ്ങൾക്ക് അല്പസമയം മുമ്പ് ബഹിരാകാശ നിലയത്തിലെ ഔദ്യോഗികമായ ഒരു യാത്രയയപ്പ് നൽകി. ദൗത്യത്തിന് പൂർണ്ണ പിന്തുണ നൽകിയ രാജ്യത്തിനും ജനങ്ങൾക്കും നന്ദി പറഞ്ഞായിരുന്നു ശുഭാംശുവിൻ്റെ വിടവാങ്ങൽ പ്രസംഗം. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ മറ്റെല്ലാ ദേശത്തേക്കാളും മികച്ചതായി തോന്നുമെന്നും ശുഭാംശു പറഞ്ഞു. And I would like to take this opportunity to thank my country and all their citizens for supporting this mission and me with all their hearts. And I would like to thank ISRO for making this happen. All the colleagues at ISRO who have worked tirelessly in developing all the protocols, the science and the outreach activities. The researchers back in India, the students who developed the outreach items that I carried. 41 साल पहले कोई भारतीय अंतरिक्ष में गए थे और उन्होंने हमें बताया था कि ऊपर से भारत कैसा दिखता है. और कहीं ना कहीं मुझे लगता है कि हम सब ये जानना चाहते हैं कि आज भारत कैसा दिखता है. मैं आपको बताता हूँ. मैं एक बार फिर से कह सकता हूँ कि आज का भारत अभी भी सारे जहाँ से अच्छा दिखता है. സയൻസ് ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. പ്രജിൻ, വളരെ അഭിമാന നിമിഷമാണ് നാളെ ഉണ്ടാകാൻ പോകുന്നത്. ബഹിരാകാശത്തേക്ക് പോയ ഒരു സഞ്ചാരി മടങ്ങി വരുന്നു, നമ്മുടെ ശുഭാംശു. തീർച്ചയായിട്ടും SK, ഇന്ത്യക്ക് വലിയ അഭിമാനകരമായ നിമിഷമാണ് നാളെ ഉണ്ടാവുക. കാരണം ആദ്യമായി ഇന്ത്യക്കാരനായ ഒരാൾ അവിടെ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നു എന്നുള്ള പ്രത്യേകതയാണ് ശുഭാംശുവിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. അത് മാത്രമല്ല 41 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റൊരു ഇന്ത്യക്കാരൻ, അതായത് രാകേഷ് ശർമ്മയ്ക്ക് ശേഷം മറ്റൊരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് തന്നെ പോയത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ആക്സിയം 4 എന്ന ദൗത്യം ഇന്ത്യയെ സംബന്ധിച്ചത് പറയുകയാണെങ്കിൽ. അതിന് നാളെ വൈകിട്ട് 4:35 ബഹിരാകാശ നിലയത്തിൽ നിന്നും ശുഭാംശുവും സംഘവും യാത്ര പുറപ്പെടുക. ഏതാണ്ട് 20 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യാത്രയുണ്ട്. അതിനുശേഷം മറ്റന്നാൾ വൈകിട്ട് 3 മണിയോടുകൂടിയായിരിക്കും പസഫിക് സമുദ്രത്തിൽ അവർ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക.
അതായത് നേരത്തെ അങ്ങോട്ട് പോയ അതേ പേടകം, ഡ്രാഗൺ പേടകം, അത് സ്പേസ് എക്സിന്റെ പേടകമാണ്, അതേ പേടകത്തിൽ തന്നെ മടങ്ങിയെത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഈ 4 സംഘം നാളെ വൈകിട്ട് 4:35 പുറപ്പെടുന്നു. മറ്റന്നാൾ വൈകിട്ട് 3 മണിയോടെ പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയും ചെയ്യും. ഇനി ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അല്പസമയം മുൻപ് ബഹിരാകാശ നിലയത്തിൽ ഒരു ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങ്, ഒരു ഫെയർവെൽ പാർട്ടി തന്നെ അവിടെ സംഘടിപ്പിച്ചു. നിലവിൽ അവിടെ തുടരുന്ന, അതായത് എക്സ്പെഡിഷൻ 73 എന്ന് പറയുന്ന ദൗത്യത്തിന്റെ ഭാഗമായി മാസങ്ങളായി ഏപ്രിൽ മുതൽ അവിടെ തുടരുന്ന 7 പേരുണ്ട്. അങ്ങനെ 7 എക്സ്പെഡിഷൻ 73 ദൗത്യ സംഘങ്ങളും ഒപ്പം തന്നെ ആക്സിയം 4-ലെ 4 പേരും, അങ്ങനെ 11 പേരാണ് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി അവിടെയുള്ള എല്ലാ പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 7 പേർ മാത്രമായി ചുരുങ്ങാൻ പോവുകയാണ് നാളേക്ക് ശേഷം. കാരണം 4 പേർ ഭൂമിയിലേക്ക് മടങ്ങുകയാണ്. ഈ മാസം 31-ാം തീയതി ഒരു 4 പേർ കൂടി അങ്ങോട്ട് പോകുന്നുണ്ട്. നേരത്തെയുള്ള എക്സ്പെഡിഷൻ 73-യുടെ ഭാഗമായ 4 പേർക്ക് പകരമായി ഒരു പുതിയ ഷിഫ്റ്റ് ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ബഹിരാകാശ ഗവേഷണ ദിനങ്ങളാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയം മുമ്പ് നടന്ന യാത്രയപ്പ് ചടങ്ങിൽ ശുഭാംശു ശുക്ല രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറഞ്ഞത്, ഇത് സാധ്യമാക്കിയ രാജ്യത്തിനും ജനങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗവേഷകർ, ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ, അവരൊക്കെ തന്ന ഇൻപുട്ടുകൾ അത് വലിയ വില ഏറിയതാണ്, അതിനൊക്കെ നന്ദി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 41 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തിയ രാകേഷ് ശർമ്മ, ഇന്ത്യക്കാരനായ ബഹിരാകാശ സഞ്ചാരി, ആദ്യ ബഹിരാകാശ സഞ്ചാരി, അദ്ദേഹം പറഞ്ഞത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും മികച്ച ദേശമായി തോന്നുന്നു, സാരേ ജഹാസെ അച്ഛ എന്നാണ്. അങ്ങനെയെങ്കിൽ 41 വർഷങ്ങൾക്ക് ശേഷം അതേ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞാണ് വീണ്ടും അതേ വാക്യം ശുഭാംശു ആവർത്തിച്ചത്, സാരേ ജഹാസെ അച്ഛ. ഇവിടെ നോക്കുമ്പോൾ ഇന്ത്യ മറ്റെല്ലാ ദേശത്തെക്കാളും അത്രയും മനോഹരമായി തനിക്ക് തോന്നുകയാണ്, കൂടുതൽ തിളങ്ങി നിൽക്കുന്നു ഇന്ത്യ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്നാണ് ശുഭാംശു പറഞ്ഞത്. അങ്ങനെ വലിയ അഭിമാനകരമായൊരു നിമിഷം സമ്മാനിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ദിവസങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ആക്സിയം 4 എന്ന് പറയുന്ന ലോകത്തെ 2ാമത്തെ ദൗത്യമാണ് ഈ രീതിയിൽ, അതായത് സർക്കാർ സഹായത്തോടു കൂടി, ഗവൺമെന്റ് സഹായത്തോടു കൂടി നടത്തുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് ആക്സിയം 4 ദൗത്യം. ആ ദൗത്യം നാളെ പരിസമാപ്തിയാവുകയാണ്. തിരികെ എത്തുക മറ്റന്നാളാണെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക് ഈ ദൗത്യസംഘം കടക്കുന്നു എന്നുള്ളതാണ്. 22 മണിക്കൂറോളം നീളമുള്ള, അല്ലെങ്കിൽ ഇത്രയും ദൈർഘ്യം വരുന്ന ഒരു യാത്രയാണ് ഈ മടക്കയാത്രയ്ക്ക് വേണ്ടിവരിക. മറ്റന്നാൾ വൈകിട്ട് 3 മണിയോടെയാണ് ഈ സംഘം താഴെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. ഓക്കെ, താങ്ക് യു പ്രജിൻസി കണ്ണൻ. സയൻസ് ഡെസ്കിൽ നിന്നാണ് പ്രജിൻസി കണ്ണൻ ചേർന്നത്. നമ്മുടെ പ്രേക്ഷകരൊക്കെ കമൻറ്റ് ബോക്സിൽ ശുഭാംശുവിനെ സ്വാഗതം ചെയ്യുന്നു, അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന് വേഗം മടങ്ങി വരട്ടെ എന്നൊക്കെ പറയുന്നു. എന്തായാലും അതൊരു വലിയൊരു പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത്രയധികം മണിക്കൂർ യാത്ര ചെയ്താണ് അദ്ദേഹം ഭൂമിയിൽ വരാൻ പോകുന്നത്. എൻകൗണ്ടർ ചർച്ച തുടരുമ്പോൾ അരുൺ മുട്ടട പറയുന്നു, ഞങ്ങളുടെ പ്രതികരണങ്ങൾ കൂടി എഴുതി കാണിച്ചാൽ നന്നായിരുന്നു, അത് പ്രായോഗികമാണോ എന്ന കാര്യം ആലോചിക്കാം. നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് ഈ ടിക്കർ എന്ന് പറയുന്ന പ്രദേശത്ത് നിങ്ങളുടെ കമൻറ്റുകൾ ഇട്ടുപോയാൽ നമുക്ക് വാർത്തകൾ വരുമ്പോൾ ഇടാൻ സ്ഥലമില്ലാതാകും എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രകടമായ പ്രായോഗികമായ ബുദ്ധിമുട്ട്. എന്നിരുന്നാലും മുട്ടടയെ നമുക്ക് നോക്കാം. നിമിഷപ്രിയയുടെ മോചന വിഷയത്തിൽ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിമിഷയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്ന വിദേശകാര്യമന്ത്രിക്കും മുഖ്യമന്ത്രി കത്തയച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ശരിക്കും ഇനി 2 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കഷ്ടിച്ച്. അപ്പോൾ ഈ അടിയന്തരമായൊരു ഇടപെടൽ വേണമെന്ന മുഖ്യമന്ത്രിയുടെ കത്ത് എപ്പോഴാണ് ചെന്നത്? ടെലിഫോണിലാണ് ബൽറാം ഉള്ളത്, പറയൂ. SKN നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയക്കുന്നത്. നേരത്തെ 2 തവണ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിലും മാർച്ചിലുമാണ് കത്തയച്ചിരുന്നത്. ഈ കത്തുകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ആ കത്തുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് നൽകണം എന്നുമാണ് ഈ കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വിദേശകാര്യമന്ത്രിക്ക് അയച്ച കത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ദയാധനത്തിനായുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എന്നും അതുകൊണ്ട് തന്നെ നയതന്ത്ര തലത്തിലുള്ള സഹായങ്ങൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ കത്ത് ഉൾപ്പെടെയാണ് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി അയച്ചു നൽകിയിരിക്കുന്നത്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് നാളെ സുപ്രീം കോടതി പരിഗണിക്കും
അവസാനിക്കാനിരിക്കെ കൂടിയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. നാളെ 63ാമത്തെ ഐറ്റമായാണ് ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള ഹർജി സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ ഹർജിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാകുന്നത് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഈ മാസം 16 എന്ന റിപ്പോർട്ടുകളിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ സ്ഥിരീകരണമോ യാതൊരു വിധത്തിലുള്ള പ്രതികരണമോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനോട് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം എന്ത് നടപടി സ്വീകരിച്ചു എന്നത് സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ തവണ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണവും നാളെ കോടതിയിലുണ്ടാകും. SKN. ഓക്കെ, താങ്ക് യു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കത്തയച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റീന സതീശൻ SKN ധർമ്മസ്ഥലയെക്കുറിച്ച് ഒരു ചർച്ച 24 എൻകൗണ്ടറിൽ കണ്ടത് നന്നായി എന്നാണ് പറയുന്നത്. ആ സ്ഥലം നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് ശരിക്കും. കർണാടകത്തിലൊരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല. ആ സ്ഥലത്ത് 100 പേരെ കുഴിച്ചിട്ടൊരു ശുചീകരണ തൊഴിലാളി മാനസാന്തരം വന്ന് കഥകൾ പറയുന്നു. ഒരുപാട് കാണാതായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തന്നെ താൻ കുഴിച്ചു മൂടിയെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇതിൽ യാഥാർത്ഥ്യം? കാര്യം നമുക്ക് യഥാർത്ഥത്തിൽ ഈ മുത്തശ്ശി കഥകളോ പിശാച് ബാധിച്ച കഥകളോ ഒക്കെ കേൾക്കുന്ന പോലെയാണ്. 100 പേരെ കുഴിച്ചിട്ട ഇങ്ങനൊരു സംഭവം നടന്നിട്ടും ഈ അന്വേഷണ ഏജൻസികൾക്ക് ഇതൊന്നും കണ്ടുപിടിക്കാനായില്ല. ഒരുപാട് ആൾക്കാർ അപ്രത്യക്ഷമായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തായാലും വരട്ടെ, സത്യങ്ങൾ വരട്ടെ. വർഷങ്ങൾ ഏറെ കഴിഞ്ഞ് ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയ വെളിപ്പെടുത്തലിൽ രാജ്യം നടുങ്ങി നിൽക്കുകയാണ്. കർണാടകയിലെ ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് നടന്ന കുറ്റകൃത്യമാണ് കുറ്റബോധം കൊണ്ട് ഉള്ളുലഞ്ഞ ഒരു ശുചീകരണ തൊഴിലാളി പുറത്തു പറഞ്ഞിരിക്കുന്നത്. 100-ലധികം ആളുകളെ കുഴിച്ചുമൂടി ബലാത്സംഗം ചെയ്യുകയോ പീഡനം ചെയ്യുകയോ ചെയ്തതിന് ശേഷം എന്നാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. നേത്രാവതി പുഴയുടെ തീരത്തെ അതിമനോഹരമായ ക്ഷേത്ര നഗരമാണ് ധർമ്മസ്ഥല. നിരവധി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നിടം. 800 വർഷം പഴക്കമുള്ള ധർമ്മസ്ഥല ക്ഷേത്രം തന്നെയാണ് മുഖ്യ ആകർഷണം. ശിവന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദിനംപ്രതി വിവിധയിടങ്ങളിൽ നിന്ന് 100 കണക്കിന് തീർത്ഥാടകരാണ് എത്താറുള്ളത്. എന്നും സമാധാനവും ശാന്തതയും മാത്രം നിറയുന്ന അന്തരീക്ഷം. ഭക്തിസാന്ദ്രമായ പട്ടണം എന്ന പേരിൽ രാജ്യത്തുടനീളം ഖ്യാതികേട്ട ധർമ്മസ്ഥലയിൽ നിന്ന് ഇപ്പോൾ വരുന്ന വാർത്തകൾ ഭയവും ആശങ്കയും നിറയ്ക്കുന്നതാണ്. പുതിയ സംഭവവികാസങ്ങൾക്ക് തുടക്കമിട്ടതാകട്ടെ 10 വർഷം മുൻപ് ധർമ്മസ്ഥല വിട്ട് തിരികെ എത്തിയ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ ജൈനക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി വർഷങ്ങളോളമായി ഉള്ളിലൊതുക്കിയ കുറ്റബോധം പുറത്തറിയിച്ചതോടെ രാജ്യം ഞെട്ടി. 1998 മുതൽ 2014 വരെ 15 വർഷക്കാലം ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്ന കാലത്ത് മറ്റാരുടെയൊക്കെയോ ആജ്ഞയിൽ ഒരു നിർവാഹവുമില്ലാതെ സ്വന്തം കൈകൊണ്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ നേത്രാവതിയുടെ തീരത്ത് പരന്നുകിടക്കുന്ന 400 ഏക്കർ വനപ്രദേശത്ത് അങ്ങിങ്ങായി കുഴിച്ചിട്ടു. ഇക്കൂട്ടത്തിൽ സ്കൂൾ കുട്ടികൾ മുതൽ ഭിക്ഷയാചിച്ച് ഉപജീവനം നടത്തുന്ന സാധു സ്ത്രീകൾ വരെയുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. മലയാളി സ്ത്രീകളും ഇക്കൂട്ടത്തിലുണ്ട്. വിസമ്മതിച്ചപ്പോൾ അതിക്രൂരമായി മർദ്ദിച്ചാണ് ക്ഷേത്ര സൂപ്പർവൈസേഴ്സ് തന്നെ കൊണ്ട് കുടുംബാതകം ചെയ്യിപ്പിച്ചത്. 1998 മുതൽ 2013 വരെ കാലയളവിൽ വിവിധ ട്രസ്റ്റി സൂപ്പർവൈസേഴ്സാണ് ക്ഷേത്രത്തിലുണ്ടായിരുന്നത്. സൂപ്പർവൈസേഴ്സും ആരുടെയോ ആജ്ഞാനുവർത്തികളായിരുന്നുവെന്ന സംശയവും ബലപ്പെടുന്നു. കൊല്ലപ്പെട്ടത് ആരെന്നറിയില്ല, കൊന്നതാരെന്നറിയില്ല. അറിയാവുന്നത് ഒന്നു മാത്രം: താൻ കുഴിച്ചിട്ട മനുഷ്യർക്കായി ഇന്നും കാത്തിരിക്കുന്ന, നിയമപോരാട്ടം നടത്തുന്ന ഒരുപാട് പേരുണ്ടെന്ന യാഥാർത്ഥ്യം മാത്രം. കെട്ടുകഥകളല്ല. 12 വർഷങ്ങൾക്ക് ശേഷം പേടിച്ച് നാടുവിട്ട ധർമ്മസ്ഥലയിലേക്ക് തിരിച്ചുവന്നത് ഉറച്ച ദൃഢനിശ്ചയത്തോടെയാണ്. തന്നാൽ മണ്ണിൽ മൂടപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കാനായിരുന്നു ആ വരവ്. താൻ ജോലി ചെയ്യുന്ന സമയത്ത് ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല. ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു ധർമ്മസ്ഥല. 2014 ധർമ്മസ്ഥലയിൽ പോലീസ് സ്റ്റേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ശുചീകരണ തൊഴിലാളി തനിക്ക് പറയാനുള്ളത് പേപ്പറിലാക്കി ധർമ്മസ്ഥല സ്റ്റേഷനിൽ നൽകുന്നത്. കെട്ടുകഥയല്ല താൻ പറയുന്നതെന്ന് ബോധിപ്പിക്കാൻ അസ്ഥികളുടെ ഫോട്ടോകളും. മുഖവിലക്കെടുക്കാതെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല പരാതിയിലെ വരികൾ. 10-20 വർഷങ്ങൾക്ക് മുൻപുണ്ടായ സംഭവമായതിനാൽ പോലീസ് നിയമോപദേശം തേടി. കേസെടുത്ത് അന്വേഷണം തുടങ്ങാൻ ബൽത്തങ്കാടി മാജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. ഇതോടെയാണ് സംഭവം പുറം ലോകത്തെത്തിയത്. അത് രാജ്യത്തെ നടുക്കി. തൊട്ടടുത്ത ദിവസം തന്നെ ശുചീകരണ തൊഴിലാളിയോട് കോടതിയിലെത്തി മൊഴി നൽകാൻ ആവശ്യപ്പെട്ടു. മുഖം മറച്ചെത്തിയ അദ്ദേഹം ഒരു കറുത്ത ബാഗും കൊണ്ടാണ് കോടതിയിലെത്തിയത്. ബാഗിൽ താൻ കുഴിച്ചിട്ട മൃതദേഹത്തിന്റെ അസ്ഥികളാണെന്നാണ് അറിയിച്ചത്.
പരിശോധനയ്ക്കായി അസ്ഥി പോലീസിന് കൈമാറി. ശുചീകരണ തൊഴിലാളിക്ക് പോലീസ് സുരക്ഷയും ഉറപ്പാക്കി. 98 മുതൽ 2014 വരെയുള്ള 16 വർഷമാണ് വെളിപ്പെടുത്തലിലുള്ള കാലഘട്ടം. അക്കാലയളവിൽ ധർമ്മസ്ഥല ബൽത്തങ്കാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ആ സമയങ്ങളിൽ ഈ പറയുന്നതുപോലെ തിരോധാന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? നദിക്കരയിൽ ജീവനില്ലാതെ പൊങ്ങിയ മനുഷ്യർക്ക് എന്തുപറ്റിയെന്ന് അന്വേഷിച്ചില്ലേ? ചോദ്യങ്ങൾ പലതാണ്. എന്നാൽ നിരവധി തിരോധാന കേസുകൾ ഇപ്പോഴും ഈ സ്റ്റേഷൻ പരിധിയിലുണ്ട്, ഒരു തുമ്പുമില്ലാതെ. ഏറ്റവും ഒടുവിലെത്തിയത് 2012 ധർമ്മസ്ഥല സ്നാനഘട്ടയ്ക്ക് സമീപം ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഒരു വിനോദസഞ്ചാരിയെ പ്രതിയാക്കി. ഇയാളല്ല പ്രതിയെന്ന് നാട്ടുകാർക്കും വീട്ടുകാർക്കും ബോധ്യമുണ്ടായിരുന്നു. ഒടുക്കം CBI അന്വേഷണം വന്നു. പിടികൂടിയ പ്രതിയെ കുറ്റവിമുക്തനാക്കിയെന്നല്ലാതെ കൊന്നതാര്, സംഭവിച്ചതെന്ത്, ഈ 2 ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുകയാണ്. ഇതിനിടയിലാണ് ക്ഷേത്ര സൂപ്പർവൈസേഴ്സിനെ സംശയനിഴലിലാക്കിയുള്ള വെളിപ്പെടുത്തൽ. ആ കോളേജ് വിദ്യാർത്ഥിനിയെപ്പോലെ പോലീസ് ഫയലിലെ തിരോധാന കേസുകളിലെ വെറും പേരുകളായി കിടക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് എന്ത് സംഭവിച്ചു എന്നതിന്റെ ഉത്തരമാകുമോ ഈ വെളിപ്പെടുത്തൽ? കുഴിച്ചിട്ടയിടങ്ങൾ കാണിച്ചു തരാം. നുണപരിശോധനയ്ക്ക് വിധേയനാകാം. ശുചീകരണ തൊഴിലാളിയുടെ ശക്തിയുള്ള, ധൈര്യമുള്ള വാക്കുകളാണ്. അതുതന്നെയാണ് പ്രതീക്ഷയും. ശുചീകരണ തൊഴിലാളി പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാനും കുഴിയടക്കം തുറന്നുള്ള പരിശോധനയിലേക്ക് കടക്കാനുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ദക്ഷിണ കന്നഡ SP-ക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. കാര്യം 100-ലധികം ആളുകളെ താൻ ബലാത്കാരം ചെയ്ത ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ കുഴിച്ചു മൂടി എന്ന് പറയുന്ന ഒരാൾ കൊല്ലങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ട് പറയുക. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കട്ടെ. കണ്ണൂർ നഗരത്തിൽ ആംബുലൻസിന് ബൈക്ക് യാത്രികൻ സൈഡ് കൊടുത്തില്ല എന്ന് പരാതി. കാൾടെക്സ് ജംഗ്ഷൻ മുതൽ താഴെച്ചൊവ്വ വരെ സൈഡ് നൽകിയില്ല എന്നാണ് ഇപ്പോഴും പരാതി. കുളത്തിൽ വീണ 8 വയസ്സുകാരനുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. അതൊക്കെ മനുഷ്യനാണോ എന്ന് നമ്മൾ ആലോചിച്ചു പോകും. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ ടെലിഫോണിലാണ് ഉള്ളത്. അരുൺ, ഈ ബൈക്ക് ഓടിച്ചു പോകുന്ന ഈ ധാർഷ്ട്യക്കാരൻ്റെ വീട്ടുപേരും പേരും നമുക്ക് കിട്ടിയോ? അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എന്തായാലും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 6:30 ഈ സംഭവം ഉണ്ടായത്. ആ പഴയങ്ങാടിയിലെ ഒരു കുളത്തിൽ വീണ കുട്ടിയുമായി, 8 വയസ്സുള്ള കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ ആംബുലൻസ്. ആ ആംബുലൻസിനാണ് ഈ ബൈക്ക് യാത്രികൻ തടസ്സം നിന്നത്. ആദ്യഘട്ടത്തിൽ ആ കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത്. നില ഗുരുതരമായതിനെ തുടർന്നാണ് ആശുപത്രിയിൽ നിന്നും മിംസ് ആശുപത്രിയിലേക്ക് ആ കുട്ടിയെ പ്രിഫർ ചെയ്തത്. അവിടെ നിന്ന് ഈ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടി ആയതുകൊണ്ട് തന്നെ അതിവേഗത്തിലാണ് ആംബുലൻസ് കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. അതിനിടെ കണ്ണൂർ നഗരത്തിൽ തന്നെയുള്ള കാൾടെക്സ് ജംഗ്ഷൻ മുതൽ താഴെ ചൊവ്വ വരെ ഇത്തരത്തിൽ തടസ്സം നിന്നു എന്നതാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. അത് ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. പലയിടങ്ങളിൽ വെച്ചും സൈഡ് നൽകാൻ സാഹചര്യമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ ബൈക്ക് യാത്രികൻ അത്തരത്തിൽ സൈഡ് നൽകാതിരുന്നത് എന്ന ചോദ്യമാണ് എന്തായാലും ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഇപ്പോൾ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടാകും എന്നതാണ് എന്തായാലും പ്രതീക്ഷിക്കും. ദൃശ്യങ്ങൾ ഉൾപ്പെടെ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. കണ്ണൂർ മിംസ് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. KPCC നിർവാഹക സമിതി അംഗം CB ബാലചന്ദ്രന്റെ വിമർശനത്തിന് VT ബൽറാമിന്റെ മറുപടി. മാറ്റത്തിന് തൃത്താല കൊതിക്കുമ്പോൾ ആരും പിറകിൽ നിന്ന് കുത്തരുത്. പാലക്കാട് ആലിക്കരയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിലാണ് ബൽറാമിന്റെ പ്രതികരണം. ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ തൃത്താലയടക്കം ജനങ്ങൾ ശരിയായ ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകരുത്. വ്യക്തികളല്ല പ്രധാനം, ഈ നാടിന്റെ ജനവികാരമാണ്. ഒരു തിരുത്തലിന് വേണ്ടി തൃത്താല തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുത്. ശരിയല്ലേ? നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് VT ബൽറാം എന്നായിരുന്നു CB ബാലചന്ദ്രൻ്റെ ഇന്നത്തെ വിമർശനം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ് പാലക്കാട് നിന്ന്. ശ്രീജിത്ത, ശരിക്കും ഈ ബാലചന്ദ്രൻ്റെ ഇത്തരമൊരു പ്രതികരണത്തിന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ച കാര്യം എന്തായിരുന്നു?
കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുൻപാണ് CV ബാലചന്ദ്രന്റെ ഇത്തരത്തിലൊരു പ്രതികരണം പുറത്തു വരുന്നത്. സ്കെയിൻ അത് ആ മേഖലയിൽ VT ബലറാമിനെതിരായുള്ള ഒരു വലിയ പ്രസംഗം തന്നെയായിരുന്നു. അതൊരു കുടുംബസംഗമമായിരുന്നു. ആ കുടുംബസംഗമത്തിൽ CV ബാലചന്ദ്രൻ പറഞ്ഞ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ MLA ആയി. പിന്നീട് അത് ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരം മാനിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് പിന്നീട് VT ബലറാം നടത്തിയത് എന്ന ആക്ഷേപമാണ് ഉയർത്തിയത്. ഫോൺ എടുക്കുന്നില്ല, അഹങ്കാരം, ധിക്കാരം എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. അത് വല്ലാത്ത തോതിൽ വിവാദമായി. പക്ഷെ അതിനോട് VT ബലറാം പ്രതികരിച്ചിരുന്നില്ല. അതാണ് ഇന്ന് ഒരു പ്രതികരണത്തിന്റെ രൂപത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഘട്ടത്തിൽ പോലും CV ബാലചന്ദ്രന്റെ പേര് പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലൊരു നല്ല ചാൻസ് ഇവിടെയുണ്ട്, ആ അവസരം കളഞ്ഞു മുടിക്കരുത് എന്ന് മാത്രമാണ്. എന്തായാലും VT ബലറാം ഒരു മറുപടി നൽകിയിരിക്കുന്നു. CV ബാലചന്ദ്രൻ എന്തായാലും ഇക്കാര്യത്തെ കുറിച്ച് കൂടുതൽ പ്രതികരണത്തിനില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നും ഞാൻ CV ബാലചന്ദ്രനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിനില്ല. അതെല്ലാം പാർട്ടി ഫോറത്തിൽ പറഞ്ഞതാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത്. എന്തായാലും VT ബലറാം സ്ഥാനാർത്ഥിയായി വരും എന്ന കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായിരിക്കുന്നു. അക്കാര്യത്തിൽ വലിയ അമർഷം CV ബാലചന്ദ്രനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്കും ഉണ്ട്. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് വേദിയിൽ യൂത്ത് കോൺഗ്രസിനെതിരെ പരസ്യ വിമർശനവുമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് PJ കുര്യൻ. സമരം ചെയ്യുന്ന SFIയെ കണ്ടു പഠിക്കണം. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ TV-യിൽ മാത്രമാണ് കാണുന്നതെന്നും PJ കുര്യൻ. എന്നാൽ തെരുവിലെ സമരങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടെന്ന് അതേ വേദിയിൽ കുര്യനെ തിരുത്തി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യൂത്ത് കോൺഗ്രസിന് പിന്തുണയുമായി എത്തി. ഇന്നലെ SFIയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ? യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു. നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട. ഒരു മണ്ഡലത്തിൽ 25 പേര് കൊണ്ടുവരും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത്, KPCC അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെയും വേദിയിലിരുത്തിയായിരുന്നു DCC സംഘടിപ്പിച്ച സമരസംഗമത്തിൽ PJ കുര്യന്റെ രൂക്ഷ വിമർശനം. കുര്യന്റെ വിമർശനത്തിന് അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി. ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്ന് വരും. പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തും. PJ കുര്യനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തി. വിയോജിപ്പുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് കുട്ടികളെ ചീത്ത വിളിച്ചല്ല അറിയിക്കേണ്ടതെന്ന് മുല്ലപ്പള്ളി. യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രം വേണ്ടത്ര കുര്യൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം ആ കുട്ടികളെ വിളിച്ചിട്ട് ഉപദേശിക്കല്ലാതെ ഒരു പരസ്യമായ ഒരു കമന്റ് ചെയ്ത് ശരിയായില്ല. PJ കുര്യനെതിരെ ഫേസ്ബുക്കിൽ പരോക്ഷ വിമർശനവുമായി രാഹുൽ വീണ്ടും രംഗത്തെത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ വിജയ് ഇന്ദുചൂടനെ പോലീസ് കരുതൽ തടങ്കലിലെടുത്തതിന് പിന്നാലെയായിരുന്നു പോസ്റ്റ്. PJ കുര്യനെതിരെ ഒരു വിഭാഗം നേതാക്കൾ പാർട്ടിയെ അതൃപ്തി അറിയിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട. PJ കുര്യൻ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാനൊരു തിരുത്തുകൂടി പറയുകയാണ്. ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വേദിയിലുണ്ട്, അദ്ദേഹത്തിന് TV-യിൽ മാത്രമേ കാണുന്നുള്ളൂ, അല്ലാതെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും TV-യിൽ കാണുന്നു എന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. നമ്മുടെ റിപ്പോർട്ടറിന് സംഭവിച്ച പിഴവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉത്തർപ്രദേശിൽ മരിച്ച മലയാളി ഡോക്ടർ അഭിഷോ ഡേവിഡിൻ്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഭിഷോയ്ക്ക് മറ്റ് പ്രശ്നങ്ങളുണ്ടായിരുന്നതായി അറിയില്ലെന്ന ബന്ധു. കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ബന്ധു പറഞ്ഞു. അനസ്തേഷ്യ ഡോക്ടേഴ്സിന് മാനസിക സമ്മർദ്ദം കൂടുതലാണ്. ആ സീനിയർ ഡോക്ടേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നു. അപ്പോൾ ഇനി ഇവൻ അങ്ങനെ എന്തെങ്കിലും ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായോ ഇത് ഞങ്ങൾക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഇങ്ങനെ വായിക്കാൻ പറ്റി. അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടല്ലോ, അവൻ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുട്ടി CM-ന് കൊടുത്തിട്ടുണ്ട്. അത് തിരിച്ച് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ DGP-ക്ക് ഇത് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈം മിനിസ്റ്റർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ MP ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യാവുന്ന തരത്തിലെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ദുരൂഹതയെന്ന് നമുക്ക് പറയാൻ ഇപ്പോൾ ആയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ദുരൂഹത എന്താണെന്നോ അങ്ങനെ ഉണ്ടോ എന്ന് പോലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് മേഘന മുരളി വിവരങ്ങളുമായി ചേരുന്നു. മേഘന, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും.
SKN ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ BRD മെഡിക്കൽ കോളേജിലാണ് കഴിഞ്ഞ ദിവസം പാറശാല സ്വദേശിയായിട്ടുള്ള അഭിഷോ ഡേവിഡിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഹോസ്റ്റൽ മുറിയിലാണ് കട്ടിലിൽ കിടക്കുന്ന രീതിയിൽ അഭിഷോ ഡേവിഡിന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഉത്തർപ്രദേശിൽ നിന്ന് സ്വദേശമായിട്ടുള്ള പാറശാലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും ഇപ്പോൾ കുടുംബം പറയുന്നത് എന്തുകൊണ്ട് അഭിഷോ ഡേവിഡ് മരിച്ചു, അതായത് എന്താണ് മരണകാരണം എന്നുള്ളത് അവർക്ക് വ്യക്തമാകണമെന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ 3 വർഷമായി ഉത്തർപ്രദേശിലെ ഈ മെഡിക്കൽ കോളേജിൽ PG ഡോക്ടറായി ഡ്യൂട്ടി ജോലി ചെയ്യുകയാണ് ഈ അഭിഷോ ഡേവിഡ്. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുള്ളതായി അറിയില്ല. കൂടാതെ 10 മാസം മുന്നെയാണ് വിവാഹം നടന്നത്. ഭാര്യ 8 മാസം ഗർഭിണിയാണ്. അങ്ങനെ മറ്റ് കുടുംബ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. കൂടാതെ മറ്റൊരു കാരണമായി കുടുംബം ചൂണ്ടിക്കാണിക്കുന്നതും ഈ ഉത്തർപ്രദേശിലടക്കം അനസ്തേഷ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാർക്ക് വലിയ മാനസിക സമ്മർദ്ദമുണ്ട്. ആ മാനസിക സമ്മർദ്ദമാണോ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ളതാണ്. അതൊരു ഹിന്ദി ദിനപത്രത്തെ അടക്കം ഉദ്ധരിച്ചാണ് കുടുംബം മുന്നോട്ട് കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഡോക്ടർമാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തണമെന്നുള്ളതാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളും എന്താണ് മരണകാരണം എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിച്ചിട്ടുണ്ട്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് 193 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ 192 റൺസിന് ഓൾ ഔട്ടായി. ആ ദൃശ്യങ്ങളിലേക്ക്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. അനിൽ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയും. ഗുഡ് ഈവനിങ് SKN. എന്തായാലും ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ബൗളർമാർ വലിയൊരു അവസരം ഇന്ത്യക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ്. തകർപ്പൻ ബൗളിംഗ് പ്രകടനത്തിലൂടെ രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ വെറും 192 റൺസിനാണ് ഇന്ത്യ എറിഞ്ഞിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലി എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് അനങ്ങാൻ പോലും വിടാതെയാണ് ഇന്ത്യൻ ബൗളർമാരുടെ ഒരു തകർപ്പൻ പ്രകടനം ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിൻ്റെ 7 ബാറ്റർമാരെ ബൗൾഡ് ആക്കുന്നത് എന്ന പ്രത്യേകതയും ഇത്തവണ ഉണ്ട്. എന്തായാലും ഇന്ത്യക്ക് ഈ വലിയൊരു പ്രകടനം കാഴ്ചവെക്കാൻ സഹായിച്ചത് വാഷിംഗ്ടൺ സുന്ദറുടെ ബൗളിംഗ് പ്രകടനം തന്നെയാണ്. 4 വിക്കറ്റാണ് വാഷിംഗ്ടൺ സുന്ദർ എടുത്തത്. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർ 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. എന്തായാലും ഇന്ത്യക്ക് ഇപ്പോൾ വലിയ പ്രതീക്ഷയാണത്. പക്ഷേ ചരിത്രത്തിൽ ഇന്ത്യക്ക് 134 മാത്രമാണ് ഇതേ വെന്യൂവിൽ ഇതിനു മുമ്പ് 4ാം ഇന്നിംഗ്സിൽ ചേസ് ചെയ്യാൻ സാധിച്ചുള്ളത്. 1986 അപ്പോൾ എഡ്ജ് ബാസ്റ്റിനെ പോലെ മറ്റൊരു ചരിത്രം കൂടി ഇന്ത്യ ലോർഡ്സിലും നേടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. SKN. താങ്ക് യു അനിൽ വാസുദേവ്. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈമിന്റെ SKN അവസാനിക്കുന്നു.